ആഹാ, നീ എപ്പോഴാ വന്നേ? നീ വാഷ്റൂമിലല്ലായിരുന്നോ? ഓഫീസിൽ പോകുന്നില്ലേ? പിന്നൊരു കാര്യം, നീ ഏത് കാര്യമാണ് എന്നോട് പറയാതിരുന്നത്? ഐ ഗോട്ട് ദാറ്റ്. ആര് പറഞ്ഞു? ഗസ് ചെയ്യാ. അമ്മ? കറക്റ്റ്. എന്റെ ചേട്ടാ, ഐ മസ്റ്റ് സേ എനിക്കിഷ്ടമായി. ഐ മീൻ ഷീസ് ബ്യൂട്ടിഫുൾ. അവളെ കണ്ണെടുക്കാണ്ട് നോക്കി നിൽക്കാൻ തോന്നും. എന്താ ഒരു ചിരി, നല്ല ഫീച്ചേഴ്സ്, നല്ല പ്രൊഫൈലും ആണ്. ആൻഡ് ദ മോസ്റ്റ് മോഡേണും ആണ്. വളരെ സുന്ദരി. ലുക്ക് സോ ഹോട്ട്, സോ സെക്സി. സ്വന്തം ചേട്ടതിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നേ. കിരൺ, ഞാൻ അവളെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അവൾ വളരെ നല്ല പെൺകുട്ടിയാണ്. അങ്ങനെ ഒരാളെ ഞാൻ എന്റെ ലൈഫിലേ കണ്ടിട്ടില്ല. എന്റെ ചേട്ടാ, നീ അവളെ അങ്ങനെ ഒരു കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിൽ ഇനി കാണാൻ തുടങ്ങണം. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാലും കാഴ്ചപ്പാട് മാറ്റാൻ കഴിയാതെ ആവും. ആ പിന്നെ ഈ കിരൺ പറയുന്ന കേക്ക്, ഇനി ഇങ്ങനെ പാവം ഇരിക്കല്ലേ, കുറച്ചൊക്കെ സ്മാർട്ട് ആവ്. നിന്റെ വിവാഹം നടക്കാൻ പോവാ. അതുമല്ല, ഞാനുണ്ടാവുന്നല്ല നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. സ്റ്റാർ ക്രിക്കറ്റർ. ഞാൻ പറയുന്നത് നീ ക്രിക്കറ്റ് ഒക്കെ വിട്ടെ ഒരു നല്ല കാരണവരാകണമെന്നാ. അതായിരിക്കും നല്ലത്. നോട്ട് ബാഡ് യാ. ഓൾ ദി ബെസ്റ്റ്. പക്ഷെ കിരൺ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിച്ചത്? മറ്റാരെയെ കുറിച്ച് സംസാരിക്കുന്ന പോലെ. പ്രീത മോളെ, നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ എന്ന് വരുന്ന സമയത്ത് തന്നെയാ ഇന്നും എത്തിയിരിക്കുന്നത്. നിനക്കറിയോ ഞാൻ എത്ര നേരം നിന്നെ കാത്തിരിക്കുകയാണെന്ന്? അതായത് എനിക്ക് നിന്റെ ചെറിയൊരു ഫേവർ വേണം. ശരി പറയൂ. രോഹിതിനെ ഡേറ്റിങ്ങിന് കൊണ്ടുപോകണം. എന്താ? ഷേർലിന്റെ കൂടെ? പക്ഷേ ആന്റി, ഞാൻ അവരുടെ കൂടെ. പ്ലീസ് മോളെ, നീ എനിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യേ. കാരണം നിനക്കല്ലാതെ വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. പ്ലീസ് രോഹിതിനെ ഒന്ന് ഡേറ്റിങ്ങിന് കൊണ്ടുപോകുക. എന്നെ ഓർത്തിട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോകും. ശരി, പക്ഷേ ആന്റിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ രോഹിത് സാറിനെ ഡേറ്റിങ്ങിന് കൊണ്ടുപോവാം. പക്ഷെ അതുകൊണ്ട് ഇവിടെ വേറെ ആർക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല മോളെ, അതിനെ കുറിച്ച് ഒന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേ വേണ്ട. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ഹലോ, ഇന്ന് നിന്റെ മുഖത്തൊരു പ്രത്യേക സന്തോഷമാണല്ലോ. എന്താ കാര്യം? എന്റെ മുഖത്തോ? ശരിക്കും ശരിക്കും നത്തിങ്. പറയുന്നേ. നത്തിങ് അച്ഛമ്മേ. എന്താ കാര്യം? ഞാൻ പോവാ. വാട്ട്? രോഹിതിനെ കൺവിൻസ് ചെയ്യണം. അവൻ ഇന്ന് എങ്ങനെയെങ്കിലും വൈകുന്നേരം ഷേർലിന്റെ കൂടെ ഡേറ്റിങ്ങിന് പോകണം. ആന്റി അല്ലേ പറഞ്ഞത് ഞാൻ അവരുടെ കൂടെ പോയാ മാത്രം മതിയെന്ന്? ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ സമ്മതിപ്പിക്കാൻ വേണോ? അത് ആന്റി പറഞ്ഞില്ലായിരുന്നു. അമ്മയല്ലേ, കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ. ഇന്നത്തെ കാലത്ത് കുട്ടികൾ അച്ഛനമ്മമാര് പറയുന്നത് കേൾക്കാറില്ലല്ലോ. അതുകൊണ്ട് ഇക്കാര്യം നീ എനിക്ക് വേണ്ടി ചെയ്യില്ലേ? രോഹിതിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഡേറ്റിങ്ങിന് കൊണ്ടുപോകണം. ഗിരീഷ്, രോഹിതിന് ജ്യൂസ് കൊടുത്തോ? ഇവന് രാവിലെ മുതലേ ജോലിയിൽ ഒരു ശ്രദ്ധയില്ല. എന്റെ വഴക്ക് കേട്ടോണ്ടിരിക്കുക. അതൊന്നും സാരമില്ല ചേച്ചി, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. പ്രീത, നീ രോഹിതിന് ജ്യൂസ് കൊണ്ടുപോയി റൂമിൽ കൊടുക്കാമോ? ഞാനോ? അത് നിനക്ക് രോഹിതിനോട് സംസാരിക്കാനുള്ള അവസരമാ. ഓക്കെ മുത്തശ്ശി, ഞാൻ 5 മിനിറ്റിനുള്ളിൽ അങ്ങോട്ടേക്ക് വരാം. അപ്പോഴേക്കും മുത്തശ്ശി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ശരി. പ്രീത ജ്യൂസ് ഗ്ലാസ് ആർക്ക് കൊടുക്കാനാ പോയത്? അമ്മേ, പ്രീത രോഹിതിന് ജ്യൂസ് കൊടുക്കാൻ പോയതാ. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് പ്രീത ചെയ്യാൻ പോകുന്നത്. എടത്തി, പ്രീതയ്ക്ക് ഇത്രയും സ്വാതന്ത്ര്യത്തിന് എടത്തി കൊടുക്കുന്നേ? രോഹിത്തിനോട് അടുക്കാനായി നോക്കിക്കോളൂ. ഒരു ദിവസം എടത്തി ഇതോർത്ത് വിഷമിക്കും. അമ്മേ, അമ്മ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് കഴിക്കേണ്ട മരുന്ന് കഴിച്ചായിരുന്നോ? ഓഹോ, മറന്നുപോയി. സാരമില്ല, വരൂ, ഞാൻ എടുത്തുതരാം. പ്രീതിയോട് ഇടപഴകി എടത്തിയുടെ ആറ്റിറ്റ്യൂഡേ ചേഞ്ച് ആയിരിക്കുന്നു. എന്തൊരു കോൺഫിഡൻസ് ആണിപ്പോ. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. സാരമില്ല, എത്രയും വേഗം ഷേർലിൻ ഈ വീട്ടിലേക്ക് വരട്ടെ. എന്റെ പവർ അത് വീണ്ടും ഇരട്ടിയാകും. ഈ ഡേറ്റിങ്ങിന് പോകുന്നതൊക്കെ പേഴ്സണൽ കാര്യല്ലേ? ഞാൻ എങ്ങനെ രോഹിത് സാറിനോട് സംസാരിക്കാം? ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഞാൻ പേഴ്സണൽ ലൈഫിൽ ഇന്റർഫിയർ ചെയ്യുന്നത് അത് നല്ല കാര്യമല്ല. I'm getting late. I'll call you back. I'll call you back. What the hell? നീ എന്തായി ചെയ്തേ? നീ എപ്പോഴും എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അല്ലേടി? ഞാനാണോ ചെയ്തത്? തെറ്റ് നിന്റെയാ. കണ്ണ് തുറന്നു വെച്ച് നടന്നില്ലെങ്കിലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും. Are you crazy? നിന്നോട് സംസാരിക്കുന്ന പോലും വേസ്റ്റാ. നീയാണെങ്കിൽ പണ്ടേ വേസ്റ്റ് ആണല്ലോ. നിനക്ക് എന്നെ അറിയില്ല. നീ എന്റെ വില്ലൻ വേഷം കണ്ടു കഴിഞ്ഞാ പിന്നെ
അതോടെ നിനക്ക് എല്ലാം മനസ്സിലായിക്കോളും. നീ ഇപ്പൊ പോയി ഇത് വൃത്തിയാക്കി കൊണ്ടുവാ. ഞാൻ വൃത്തിയാക്കാനാ? നിങ്ങൾ എന്തോ വലിയ ആളാണെന്നാണല്ലോ വിചാരം. നിങ്ങൾ തന്നെ ആരെങ്കിലും വിളിച്ച് വൃത്തിയാക്ക. എന്നോടെന്തിനാ പറയുന്നേ? നോക്ക്, ലിസൺ ടു മീ. നീ ആ താഴെ ഇട്ടത് അതുകൊണ്ട് നീ തന്നെ വൃത്തിയാക്കണം. ദേഹത്ത് കൈ വെക്കാൻ പാടില്ല. ഓഹോ, നിന്റെ കൈ പിടിക്കാൻ വേണ്ടി ഞാൻ അങ്ങ് ചത്ത് നിൽക്കാല്ലേ? അതിന് നീ ആരാടി? മിസ് ഇന്ത്യ അതോ മിസ് യൂണിവേഴ്സ് ആണോ? നിങ്ങൾ എന്തൊക്കെ മണ്ടത്തരമായി പറയുന്നേ? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കുറവുകൾ റിയലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്തൊക്കെ തെറ്റുകളാ ചെയ്ത് കൂട്ടുന്നതെന്ന് വല്ല നിശ്ചയമുണ്ടോ നിങ്ങൾക്ക്? നിനക്ക് തോന്നില്ലേ നീ കുറച്ച് ഓവറായിട്ടാ സംസാരിക്കുന്നതെന്ന്? സംസാരിക്കുവാണെങ്കിൽ എന്തെങ്കിലും നല്ലത് പറയും. ആണോ? അപ്പൊ ഞാൻ ദിവസം ഇങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ? എന്നാ ശരി. അയ്യേ, നിനക്ക് ഒട്ടും നാണമില്ലേ ഒരു പെണ്ണിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഡ്രസ്സൊക്കെ അഴിച്ചു മാറ്റാൻ? തെമ്മാടി. ഓഹോ, എന്തൊരു ആക്ടിങ് നിന്റേത്. നീ അന്ന് എന്റെ മുറിയിൽ എന്നെ വസ്ത്രമില്ലാതെ കണ്ടതല്ലേടി? ആ, എന്നെ ബർത്ത്ഡേ സൂട്ടിൽ നീ കണ്ടായിരുന്നു അന്ന്. പിന്നെ എന്തിനാ ഈ നാണമൊക്കെ? എന്തിനാ ഈ ആക്ടിങ്? Oh God, disgusting. എങ്ങോട്ടെങ്കിലും പോവാണോ? ഓഫീസിൽ പോകാനായിട്ട് ഫോമൽ ഡ്രസ്സ് സെലക്ട് ചെയ്യായിരുന്നു. പെട്ടെന്നൊരു മീറ്റിംഗ് വന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ മീറ്റിംഗ് ആണ്. ഞാൻ ഏതാ ഇടേണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അഥവാ സാറിന് കുഴപ്പമില്ലെങ്കിൽ ഞാൻ സാറിനെ സഹായിച്ചോട്ടെ? ആ, താൻ സെലക്ട് ചെയ്യണമെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും. എന്റെ മോനെ ഞാൻ പറയുന്നൊന്ന് കേൾക്കൂന്നേ. അമ്മേ, എനിക്കിപ്പോ ഒട്ടും തന്നെ എന്റെ സമയമില്ല. മോനെ നീ പ്ലീസ്. ഒരു കല്യാണം കഴിച്ചാൽ മാത്രം മതി. പിന്നെ നിനക്ക് എല്ലാത്തിനും സമയം കിട്ടും. നിന്റെ ഭാര്യ നിനക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യും. പിന്നെ നിനക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവൾ തന്നെ എല്ലാം ചെയ്തോളും. അമ്മേ, വേണ്ട വേണ്ട വേണ്ട, പ്ലീസ് പ്ലീസ്. ഞാൻ മറ്റൊരാളെ കൊണ്ട് എന്റെ ഒരു കാര്യങ്ങളും ചെയ്യിക്കാറില്ല. എന്റെ ചോയ്സ് അത്രയ്ക്ക് മോശമൊന്നുമല്ല. ഇന്ത്യൻ വെയേഴ്സ് ഡിസൈൻ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ ഫോമൽ വരാണെങ്കിൽ പെട്ടെന്ന് സെലക്ട് ആവുകയും ചെയ്യും. എന്റെ മോനെ നീ ഇതുകൂടി ഒന്ന് സെലക്ട് ചെയ്യേ. അമ്മ വന്നു. അമ്മ ശരിയായിട്ടുള്ള സമയത്ത് തന്നെ വന്നത്. അമ്മ പേരക്കുട്ടി ഒന്ന് ഉപദേശിക്കുക. ഇവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എത്ര പറഞ്ഞാലും തലേ കേറില്ല കല്യാണത്തെ കുറിച്ച് പറയുമ്പോ. എന്തിനാ? നിന്റെ ഉപദേശം തന്നെ ധാരാളമാണ്. ഐ ലൈക്ക് ദിസ്. ഐ ലവ് യു അച്ഛമ്മേ. ഐ ലവ് യു ടു. മോനെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ നീ ഞാൻ പറയുന്നൊന്നും കേൾക്കാത്തത്? ദേ, ഇതൊന്ന് നോക്കിയേ. എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞേ ഏതെടുക്കണ്ടേ? പെട്ടെന്ന് പറയേ. ഇതിലൊന്നും വേണ്ട. നീ ഒരു കല്യാണം കഴിച്ചാൽ മാത്രം മതി. നിനക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ അവള് നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തരും. ഇപ്പൊ ലൈഫ് നന്നായിട്ടല്ലേ പോകുന്നേ? പിന്നെ എന്തിനാ ഒരു സ്ട്രേഞ്ചറിനെ കൊണ്ടുവന്ന് ലൈഫ് സ്പോയിൽ ചെയ്യുന്നേ? പിന്നെ അവളുടെ ചോയ്സ് ആയി, അവളുടെ ഇഷ്ടങ്ങളായി. അമ്മയ്ക്ക് അറിയാലോ, അതൊന്നും എനിക്ക് മാച്ച് ആവത്തില്ല. മോനെ എല്ലാം മാച്ചാകും. മോൻ ഞാൻ പറയുന്നത് കേൾക്ക്. ഒരു പെൺകുട്ടി നിന്റെ ഭാര്യയായിട്ട് വരുമ്പോൾ ജീവിതം എല്ലാം മാറി മറിയും. മോൻ ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് തോന്നുന്നത് സാർ ഇതിട്ടാ നന്നായിരിക്കും. നല്ല കളറാണ്. പിന്നെ ഈ കളർ കോൺട്രാസ്റ്റ് നല്ല ഭംഗിയുണ്ട്. സാറിന് ഇത് നന്നായിട്ട് ചേരും. തനിക്ക് എങ്ങനെ എന്റെ ചോയ്സ് ഇങ്ങനെ അറിയാൻ പറ്റുന്നേ? താങ്ക്സ്. ഫോർ വാട്ട്? ഞാൻ പറഞ്ഞത് സമ്മതിച്ചതിന്. എന്ത് കാര്യത്തിന്? അത് പറയേ. വിവാഹത്തിന് സമ്മതിച്ചതിന്. സാറിനറിയില്ല സാറിന്റെ അമ്മയ്ക്ക് എന്തുമാത്രം സന്തോഷായെന്ന്. അതെനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. യുനോ പ്രീത, ഞാൻ തന്നോട് നേരത്തെ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. തനിക്കും ഈ ബന്ധത്തിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നാണോ? പ്ലീസ് ഫീൽ ഫ്രീ ടു ടെൽ മീ. അതെ, ഒരുപാട് സന്തോഷമുണ്ട്. വിതൗട്ട് എനി ഡൗട്ട്. അതെനിക്കറിയാം. സാറിന് ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന്. പക്ഷെ എന്നാലും സാറിന് പറ്റുമെങ്കിൽ ഇന്ന് വൈകുന്നേരം കുറച്ച് സമയം മാറ്റിവെക്കാൻ പറ്റുമോ? ഡേറ്റിങ്ങിന് പോകാനാണോ? അതെ. താൻ അമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ഓ ശരി, ഞാൻ സമയം കണ്ടെത്തി അവിടെ എത്തിക്കോളാം. പോരെ? താൻ തന്നെ സമയം സ്ഥലമൊക്കെ കണ്ടെത്തി എന്നെ അറിയിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. ഓക്കെ. ഹലോ ചേട്ടാ. ആഹാ, നീ വന്നോ? അതെ പ്രീത, ഐ നീഡ് യുവർ ഹെൽപ്പ്. കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. വാ എന്റെ കൂടെ. ഓക്കെ. അതെ പ്രീത, ഇതൊന്ന് പറഞ്ഞേ. ഇതിൽ ഏത് ഡിസൈൻ എനിക്ക് നന്നായി ചേരുന്നേ? ഓഹോ, കല്യാണ ദിവസം അടുക്കും തോറും ഒരാളുടെ എക്സൈറ്റ്മെന്റ് കൂടി കൂടി വരികയാണല്ലോ. എക്സൈറ്റഡ് ആണ് ഒരുപാട്. പ്രീത, നിനക്കറിയോ, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കല്യാണം. എന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാ കല്യാണം വരെയുള്ള എല്ലാ ഫംഗ്ഷനും എക്സൈറ്റിംഗ് ആയിരിക്കണം. അതെ മാഡം, ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ അല്ലേ, എന്റെ മെഹന്തിക്കും നീ വരണമെന്ന്. ആണോ?
എന്നാ പിന്നെ നീ എന്നെ കല്യാണത്തിന് ക്ഷണിക്കണ്ട. പക്ഷെ എന്നാലും ഞാൻ എത്തിയിരിക്കും. അത് പിന്നെ ഇത് നോക്ക്, ഈ ഡിസൈൻ കണ്ടിട്ട് വളരെ നല്ലതാന്ന് തോന്നുന്നു. ഇറ്റ്സ് ഡിഫറെന്റ്. ഇത് നിനക്ക് നന്നായിട്ട് ചേരും. നോക്കിയേ. ഓഹോ, ഇതിന്റെ അർത്ഥം പ്രീത ആരും കാണാതെ ആംഗ്യത്തിലൂടെ പറയുകയായിരുന്നു കാണാൻ കൊള്ളാമെന്ന്. അത് കിരൺ ചേട്ടനായിരുന്നു. അതായത് ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി കിരൺ ചേട്ടൻ എന്നോട് കള്ളം പറഞ്ഞതാണെന്ന്. യെസ്, കിരൺ ചേട്ടനും പ്രീതിയും തമ്മിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ആരും പറഞ്ഞാ വിശ്വസിക്കില്ല. കള്ളം പറഞ്ഞ കാര്യങ്ങൾ ഒളിപ്പിക്കും. അതുകൊണ്ട് ബെറ്റർ എന്താന്ന് വെച്ചാ രാധിക അമ്മയോട് ചോദിച്ചറിയണം ഇവർ തമ്മിൽ എന്താ നടക്കുന്നതെന്ന്. ദീപക്, എന്താ? അപ്പോ നീ എന്താ തീരുമാനിച്ചത്? എന്തിനെ കുറിച്ച്? നിനക്ക് എത്ര പറഞ്ഞു മനസ്സിലാക്കി തന്നാലും ഒന്നും നിനക്ക് മനസ്സിലാവില്ല. നിന്റെ മനസ്സിൽ അത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ പിന്നെ നിശ്ചയം മുടക്കിയത് എന്തിനാണ് നീ? ആദ്യം അത് പറയൂ. അച്ഛാ, ഞാനൊരു മനുഷ്യനാണ്. എനിക്ക് ആ സമയം ദേഷ്യം വന്നു. എന്റെ മനസ്സ് ശരിയല്ലായിരുന്നു. അപ്പൊ പിന്നെ എനിക്കപ്പോ ഉണ്ടായ നാണക്കേട് അറിയാലോ. അതുകൊണ്ട് അന്നത് വേണ്ടാന്ന് വെച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പ്രീതയെ തന്നെയാണ് വിവാഹം കഴിക്കേണ്ടതെന്ന്. അച്ഛാ, പ്രീതയെ നാട്ടിലെ തന്നെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയാണ്. നമ്മൾ പുറത്തിറങ്ങുമ്പോ ഉണ്ടല്ലോ, ആളുകൾ നമ്മളെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ കൂട്ടുകാർ, അവർ ഞാൻ പ്രീതയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു എന്ന് അറിഞ്ഞപ്പോ എല്ലാവരും എന്നോട് ദേഷ്യപ്പെട്ടു. അതുമല്ല, പ്രീത വളരെ നല്ല പെൺകുട്ടിയായിരുന്നു. ഞാൻ പറയുന്ന എന്തോ അവള് കേൾക്കുമായിരുന്നു. അവളുടെ ഭാഗത്ത് അന്ന് ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും എന്നോട് സോറി പറഞ്ഞു. പറയ്, എവിടെയാ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടുക? നല്ല വിദ്യാഭ്യാസമുണ്ട്, ഡോക്ടറാണ്, അതുമല്ല ഇത്രയും സുന്ദരി, പിന്നെ തിരിച്ച് സ്വീറ്റ് ആൻഡ് സിമ്പിൾ. ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവർ നമ്മളെ വളരെയധികം അപമാനിച്ചു. അവർ നമ്മളിൽ കുറ്റം ആരോപിക്കുകയായിരുന്നു. അതിനവർ കള്ളൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ അവരോട് സ്ത്രീധനം ആവശ്യപ്പെട്ടതല്ലേ? ശരി, എന്നിട്ട് നിങ്ങൾക്ക് അതിൽ അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ നിങ്ങളോട് മാപ്പ് ചോദിക്കും. ഞാനത് ചെയ്യിക്കാം. ഇനി എന്തെങ്കിലും. എങ്ങനെയാ നീ ഇനി മാപ്പ് ചോദിക്കുന്നത്? അതിന് ഇവിടെ അല്ലല്ലോ താമസിക്കുന്നത്. ഇവിടെ നിന്നും ഷിഫ്റ്റ് ചെയ്ത് പോയില്ലേ? നിനക്കും അറിയാവുന്നതല്ലേ? അതെ അമ്മേ, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ ജോബ്സിന്റെ ആപ്ലിക്കേഷൻ കൊടുത്തത്. എനിക്ക് അവിടെ ഒരു ജോലി കിട്ടിയാൽ ഉടൻ ഞാൻ അവിടേക്ക് പോകും. അവിടെ ചെന്ന് പ്രീതയെ അന്വേഷിക്കും. കണ്ടെത്തിയാൽ ഉടൻ തന്നെ ഞാൻ അവളെ വിവാഹം കഴിക്കും. നീ ചെയ്യുന്നതെല്ലാം എനിക്കറിയാം. നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. നിനക്കിപ്പം നിന്റെ കൂട്ടുകാരുടെ മുന്നിൽ വലിയ ആളാവണം. നിനക്ക് അവരുടെ മുന്നിൽ ഇംപ്രഷൻ ഉണ്ടാക്കണം. അതിനെ പ്രീതയെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നത്. നീ എന്താ വിചാരിക്കുന്നത്? അവൾ ഇപ്പോഴും നിന്നെ കാത്തിരിക്കുന്ന പെണ്ണാണെന്നോ? അവൾ ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയായോണ്ട് അവൾക്ക് എന്തായാലും നിന്നേക്കാൾ സുന്ദരനായ ഒരു പയ്യനെ കിട്ടിക്കാണും. ഇല്ല അമ്മേ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അവൾ എന്നെ തിരഞ്ഞെടുക്കൂ. കാരണം ഞാൻ അവളുടെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട വരനാണ്. ഞാൻ അവളെ ഓർമ്മിപ്പിക്കും, അവൾ അവളുടെ അച്ഛന്റെ അവസാനത്തെ ആഗ്രഹം പൂർത്തിയാക്കിയില്ലെന്ന്. ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യും ഞാൻ അവളെ. പിന്നെ കണ്ടോളൂ അവൾ എങ്ങനെയാണ് വിവാഹത്തിന് സമ്മതിക്കുന്നത്. ഓ ഗോഡ്, ഈ രണ്ട് പെൺപിള്ളേരുടെ മുഖം എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല. ഞാനൊന്ന് അകത്തോട്ട് വന്നോട്ടെ മാം. അതോ നിങ്ങൾ നിങ്ങളുടെ മുഖം പുറത്തോട്ട് വന്ന് എന്നെ കാണിക്കൂ. കവിത മാം, എന്താ കാര്യം? ഞാൻ ഡെക്കറേഷൻസിന് വേണ്ടിയുള്ള കുറച്ച് ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡെക്കറേറ്റീവ് ഫാബ്രിക്സ്, പിന്നെ കുറച്ച് ഫ്ലവേഴ്സ്. വരൂ. മാഡം അല്ലേ ഫൈനലൈസ് ചെയ്യണ്ടേ, ദാറ്റ്സ് വൈ. ഇത് നോക്കൂ, ഫ്ലവേഴ്സിന്റെ എല്ലാ ഓപ്ഷൻസും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഈ കളേഴ്സ് നോക്കൂ, ഞാൻ എല്ലാ ഓപ്ഷൻസും സെലക്ട് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി ഗോൾഡൻ യെല്ലോ, അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹാപ്പി കളറാണ്. സോ ദാറ്റ്സ് വൈ. ഇതല്ലെങ്കിൽ പിന്നെ ഇതോ, ഇത് മൈലാഞ്ചി ചടങ്ങിന് പെർഫെക്റ്റ് ആയിരിക്കും. ഗ്രീൻ കളർ ശരിക്കും മാച്ചിങ്. ഇത് മാഡത്തിന് ഇഷ്ടപ്പെട്ടോ? ഇതെന്തൊക്കെയാ നീ കൊണ്ടുവന്നിരിക്കുന്നത്? ഇതാണോ കളേഴ്സ്? ഐ മീൻ ടിപ്പിക്കൽ മിഡിൽ ക്ലാസ് ചോയ്സ്. ഒരു സ്റ്റൈലും ഇല്ല, ഒരു ടേസ്റ്റും ഇല്ല. ശരിക്കും നിന്റെ ഡ്രസ് പോലെ തന്നെ. എവിടുന്നാ കൊണ്ടുവന്നിരിക്കുന്നത്? ഫുട്പാത്തിൽ നിന്നല്ലേ? പറയാറുണ്ടല്ലോ, വഴിയിൽ നിന്ന് കിട്ടുന്നതിന് വിലക്കുറവാണെന്ന്. നിന്റെ ഈ വൃത്തികെട്ട ചോയ്സ് എന്റെ വെന്യൂൽ ഉപയോഗിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? സീരിയസ്ലി? കളിയാക്കും ആളുകൾ എന്നെ. നിന്റെ ഈ ചീപ്പ് മേക്കപ്പ് പോലെ തന്നെയാണ് നിന്റെ ചീപ്പ് ഐഡിയാസും. അറിയില്ല ഈ വാൻഡി ഏത് കുപ്പയിൽ നിന്നാണെന്നോ ഈ അസിസ്റ്റൻസിനെ ഇങ്ങോട്ട് അയക്കുന്നത്. ഐ മീൻ ദിസ് ഓൾ ഈസ് പത്തറ്റിക്. ശ്രദ്ധിച്ചു കേട്ടോളൂ. നീ നിന്റെ ഈ സ്റ്റുപ്പിഡ് ചോയ്സസ് എല്ലാം കൊണ്ട് നിന്റെ ബോസിന്റെ അടുത്തേക്ക് തിരികെ പോകൂ. എന്നിട്ട് അവരോട് പറയൂ കവിത ഇതെല്ലാം റിജക്ട് ചെയ്തെന്ന്. പിന്നെ എനിക്ക് ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ചോയ്സസ് വേണം. ഇല്ലെങ്കിൽ നിന്നോടൊപ്പം തന്നെ നിന്റെ ബോസ് വാൻഡി ഉണ്ടല്ലോ, അവളെയും കൂടി ഈ കോൺട്രാക്റ്റിൽ നിന്നും ചവിട്ടി പുറത്താക്കും ഞാൻ. പിന്നെ അവളുടെ പേര് മാർക്കറ്റിൽ അത്രയും മോശമാക്കും. പിന്നെ അവൾക്ക് ഒരു കോൺട്രാക്റ്റും കിട്ടില്ല. ഡിഡ് യു ഗെറ്റ് ഇറ്റ്?
രോഗത്തിയേട്ടൻ പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ എത്തും. ഞാൻ ഉടനെ അങ്ങ് എത്തും. ബ്രേക്കടു മോനെ. ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയി എങ്ങോട്ടാ പോകുന്നത്? മോനെ, ലൈഫ് സ്റ്റില്ലായിരിക്കൂ. ഇത്ര ടെൻഷൻ അടിക്കേണ്ട പ്രായമല്ല നിന്റേത്. നീ എന്തിനാ ഇത്രയും സ്ട്രെസ് അനുഭവിക്കുന്നത്? ഞാൻ അവരോട് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ എത്ര പറഞ്ഞാലും ഞാൻ പറയുന്നത് അവൻ കേൾക്കാറില്ല. ഒന്നുമില്ലെങ്കിൽ നീയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കൂ. അങ്കിൾ പറയുന്നത് അനുസരിക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷെ ഇന്നല്ല, നാളെ. ഇന്ന് ഞാൻ ലേറ്റായ രോഗത്തേട്ട എന്റെ എല്ലാ എൻജോയ്മെന്റും ഇല്ലാതാക്കും. ശരി, ഞാൻ പോകുന്നു. ബൈ. കണ്ടോ, വീണ്ടും ഫോൺ. ബൈ ബൈ. ഇന്നത്തെ കാലത്തെ ജനറേഷൻ എന്ത് പറഞ്ഞാലും കേൾക്കില്ല. എന്തു പറ്റി മോളെ? എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? അങ്കിള് ശരിക്കും എന്റെ അച്ഛനെ പോലെയാ. ഞാൻ നാട്ടിലായിരുന്നപ്പോ അതിരാവിലെ തന്നെ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോ പപ്പ ഇത് തന്നെയാ പറയാറ്. എവിടേക്ക് പോവാ പ്രീത? ബ്രേക്ക് ഇടൂ, സ്ലോ ഡൗൺ. ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ അച്ഛനെ വിളിക്ക്. ഇപ്പൊ തന്നെ വിളിക്ക്. ഞാൻ സംസാരിക്കാം അയാളോട്. ഞാൻ പറയാം അദ്ദേഹത്തോട് ഇന്നത്തെ കാലത്ത് കുട്ടികളോട് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന്. അവർ അച്ഛനമ്മമാർ പറയുന്നത് കേൾക്കില്ല. പിന്നെ മറ്റൊരു കാര്യം, അച്ഛനമ്മമാർ ഒരിക്കലും ഉപദേശം അവസാനിപ്പിക്കുകയുമില്ല. നീ ഫോൺ ചെയ്യ്. എന്റെ പപ്പ ഇപ്പൊ സോറി മോളെ. നീ 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 കരയുകയാണോ? കരയരുത്. നോക്ക്, ഒരു കാര്യം ഓർക്കണം. അച്ഛനമ്മമാർ ഒരിക്കലും അവരുടെ കുട്ടികളെ ഉപേക്ഷിച്ച് എവിടെയും പോകില്ല. എപ്പോഴും അവരുടെ അടുത്ത് തന്നെ ഉണ്ടാകും. പിന്നെ നിന്റെ അച്ഛനും എപ്പോഴും നിന്റെ അടുത്ത് തന്നെ ഉണ്ട്. എപ്പോഴും ഉണ്ടാകും. കരയരുത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിഷമം തോന്നും. ശരി. പ്രീത, എന്താ മോളെ? ഡ്രൈവർ വന്നു. നീ ഇപ്പോൾ തന്നെ പുറപ്പെട്ടോളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഹോട്ടലിൽ ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഡ്രൈവർക്ക് അഡ്രസ്സും അറിയാം കേട്ടോ. എല്ലാം ശരിയായിട്ട് നടക്കാൻ ശ്രദ്ധിച്ചോളണേ മോളെ. പോയിട്ട് വാ മോളെ. കഴിഞ്ഞോ മാഡം? വാട്ട്? പറഞ്ഞു കഴിഞ്ഞോ? ഇനി ഞാൻ പറയട്ടെ. എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ കൊണ്ടുവന്ന എല്ലാ ഓപ്ഷൻസും ബെസ്റ്റ് ഓപ്ഷൻസ് ആണെന്ന്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ അറിയാം. നിങ്ങൾ മനഃപൂർവ്വം എന്തിനാ ഈ സാധനങ്ങളൊക്കെ റിജക്ട് ചെയ്തതെന്ന്. എന്തിനു റിജക്ട് ചെയ്യണം? കാരണം മാഡത്തിന് എന്നോട് പ്രതികാരം ചെയ്യണം. ഓ, മാഡം എന്റെ ചേച്ചിയോട് ചെയ്തത് വലിയൊരു തെറ്റാണ്. പക്ഷെ പശ്ചാത്താപമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ രണ്ട് സഹോദരിമാരുണ്ടല്ലോ, പ്രതികാരം വെച്ചോണ്ടിരിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല. ചിലപ്പോ മാഡത്തിന് ഒരു കാര്യവും കൂടെ അറിയില്ലായിരിക്കും. മാഡം, എന്ത് കാര്യം? അതോ, ഞങ്ങൾ എല്ലാ വെഡിങ് പ്ലാനേഴ്സിനും നല്ല ഐക്യവും നല്ല യൂണിറ്റിയും ഉണ്ടെന്ന് ഞാൻ എല്ലാവരോടും പോയി പറയും. മാഡം എന്ത് ടൈപ്പ് സ്ത്രീയാണെന്ന്. എന്ന് വെച്ചാ നീ എന്ത് ചെയ്യുമെന്നാ? നീ ആരാണെന്ന് നിന്റെ വിചാരം? എന്ത് യോഗ്യത നിനക്കുള്ളത്? ഒരു മിഡിൽ ക്ലാസ് ഗേൾ ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഞാൻ കവിത നമ്പ്യാർ. എനിക്ക് സൊസൈറ്റിയിൽ ഒരു പൊസിഷൻ ഉണ്ട്. ഞാനൊരു വാക്ക് എല്ലാവരോടും പറഞ്ഞാലുണ്ടല്ലോ, അത് മതി നിന്റെ ജോലി തെറിക്കാൻ. അറിയാമോ? നിനക്കറിയാമോ നീ ആരോടായി കളിക്കുന്നതെന്ന്? എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു മാം. മാം എത്ര മോശമായി പെരുമാറുമെന്ന്. അതുകൊണ്ട് ഞാൻ എന്റെ ഫോൺ റെഡി ആക്കി വെച്ചിരുന്നു. ഇനി ഞങ്ങളുടെ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഇതിലുള്ള മാഡത്തിന്റെ വീഡിയോ ഇല്ലേ, ഇതില് മാഡം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, മാഡത്തിന്റെ പണത്തിന്റെ ഹുങ്ക് പറയുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ, മാഡത്തിന്റെ ഹൈ സൊസൈറ്റിയിൽ ഞാനങ്ങ് വൈറലാക്കും. ട്രെയിലർ കാണണോ? ഒരു മിനിറ്റ്. ആ, ദാ നോക്ക്. നന്നായി ശ്രദ്ധിച്ചു കേട്ടോളൂ. നീ നിന്റെ ബോസിന്റെ അടുത്തേക്ക് ചെല്ലൂ. എന്നിട്ട് വാൻജിയോട് പറയൂ കവിത ഇതെല്ലാം റിജക്ട് ചെയ്തു എന്ന്. അത് മാത്രമല്ല, ഇമ്മീഡിയറ്റ്ലി എനിക്ക് നെക്സ്റ്റ് ചോയ്സസ് വേണം. അതല്ലെങ്കിൽ നിന്നോടൊപ്പം നിന്റെ ബോസ് വാൻജിയെ കൂടി ഈ കോൺട്രാക്റ്റിൽ നിന്നും ഞാൻ ചവിട്ടി പുറത്താക്കും. ഹൗ ഡെയർ യു ഡു ദിസ് ടു മീ? മാഡത്തിനൊരു കാര്യം അറിയാവോ? ഇതൊക്കെ വെഡിങ് പ്ലാനേഴ്സ് കേട്ടാലുണ്ടല്ലോ, ഞങ്ങളെ പറ്റി എന്തൊക്കെയാ ചിന്തിക്കുന്നേ, എന്തൊക്കെയാ പറയുന്നേ. പിന്നെ നിങ്ങളുടെ കൂടെ ആരും ജോലി ചെയ്യില്ല. ഞാൻ ഈ കാര്യം ലോകം മുഴുവൻ പോയി പറയും. എന്റെ സഹോദരിയുടെ മേൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റം ആരോപിച്ചെന്ന്. തീർച്ചയായും മാം, ഞാനങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ എന്താ സംഭവിക്കാന്ന് അറിയാലോ. നിങ്ങളുടെ മോളുടെ കല്യാണം ആരും ഓർഗനൈസ് ചെയ്യില്ല. അല്ല, നിങ്ങൾ ഞങ്ങളെ എന്ത് നാണം കെടുത്താനാ? നിങ്ങൾ തന്നെ നാണം കെടും നിങ്ങളുടെ ഹൈ സൊസൈറ്റിയില്. നോക്ക്, നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കണ്ട. നിനക്കത് വലിയ ബുദ്ധിമുട്ടായി തീരും. ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല മാം. നിങ്ങളെപ്പോലെ അഹങ്കാരം ഉള്ളവർക്ക് ഇത് തന്നെയാ വഴി. ആ പിന്നെ, നിങ്ങൾ എന്നെ ഇനിയും ബുദ്ധിമുട്ടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, ഓ മൈ ഗോഡ്, സൃഷ്ടി റിലാക്സ്. ഞാനെന്താ പറഞ്ഞോണ്ടിരുന്ന മാം? ആ, മാഡത്തിന് ഇപ്പൊ മൂടില്ല. മാഡത്തിന് എപ്പോ മൂഡ് വരുവാണോ അപ്പൊ എന്റെ ഡിസൈൻസും ഓപ്ഷൻസും ചെക്ക് ചെയ്തേക്കണേ. മാഡത്തിന് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് സെലക്ട് ചെയ്തോളൂ. പിന്നെ മാഡത്തിന്റെ ചോയ്സ് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി 1 മണിക്കൂറിനുള്ളിൽ. കാരണം മുഴുവൻ ദിവസവും ചെലവാക്കാൻ എന്റെ സമയമില്ല. ഓക്കെ, എക്സ്ക്യൂസ് മീ. How dare she talk to me like that? How dare she talk to me like that?
വരാത്തത് എന്താ? ഗുഡ് ഈവനിങ് മാം. മേ ഐ ഹെൽപ്പ് യു? ഓ യാ, ടേബിൾ നമ്പർ 2. പ്ലീസ് മാം. താങ്ക് യു. നമ്മുടെ ഈവൻ ബിസിനസിന്റെ സ്ലോ ചാർട്ട് കണ്ടാൽ യു ഓൾ വിൽ ബി അമൈസ്. വി ആർ ഗ്രോയിങ് ലീപ്സ് ആൻഡ് ബൗണ്ട്സ്. ഇൻ 2011 ഇവന്റ് മാനേജ്മെന്റ് 30% മാത്രമായിരുന്നു. 30%. പക്ഷേ ഇന്നത്തെ ഡേറ്റിൽ നമ്മൾ 78% ഇവന്റ് മാനേജ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് എ ഫിനോമിനൽ ഗ്രോത്ത് ഓഫ് ഷൈനി ബ്രാൻഡ്. പ്രീതയുടെ മെസ്സേജ് ഇതുവരെ വന്നില്ലല്ലോ. ലെറ്റ് മീ ഷോ യു ഗൈസ്. Am I correct, Rohit sir? ഓ മൈ ഗോഡ്, ഞാൻ സ്ലൈഡ്സും സമീറിന്റെ കമന്റും ഒന്നും ശ്രദ്ധിച്ചതേ ഇല്ലല്ലോ. ഓ ഐ എം സോറി, ക്യാൻ യു റിപ്പീറ്റ് ഇറ്റ്? Sure sir. Have a look. ഏത് റെസ്റ്റോറന്റ് വെച്ചാ കാണണ്ടേ, എത്ര മണിക്കാ കാണണ്ടേ, അതൊന്നും അറിയില്ലല്ലോ. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്കറിയോ ഏത് റെസ്റ്റോറന്റിലാ പോകണ്ടെന്ന്? 10th Avenue റെസ്റ്റോറന്റ്, MG റോഡ്. മിസ്റ്റർ നായർ, ഐ ഹാവ് ടു ലീവ് ഇമ്മീഡിയറ്റ്ലി. കുറച്ച് അർജന്റ് ഉണ്ടായിരുന്നു. ഇന്ന് ആക്ച്വലി ഓഫീസിൽ വരാനായിട്ട് ഉദ്ദേശിച്ചിരുന്നതല്ല, പക്ഷെ നിങ്ങളെ കാണേണ്ടിയിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് എന്റെ കമ്മിറ്റ്മെന്റ് അറിയാലോ. ഇറ്റ്സ് എ ലിറ്റിൽ അർജന്റ്. ഐ മൈറ്റ് catch you later. ഓക്കെ? നോക്കൂ രോഹിത്, ഞങ്ങൾ നിങ്ങളുമായി ബിസിനസ് കൊളാബറേറ്റ് ചെയ്യാൻ പോവുകയല്ലേ. ചില കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ആവശ്യമുണ്ട്. സോ അല്പം കൂടി വെയിറ്റ് ചെയ്തൂടെ? ഓക്കെ, ടെൽ മീ വാട്ട്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഇനി എപ്പോ ഇവിടുന്ന് പോവാനാ? അവിടെ പ്രീത എപ്പോ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. എന്റെ ലൈഫിലെ ആദ്യത്തെ ഡേറ്റ് തന്നെ ഇങ്ങനെ ലേറ്റ് ആവാൻ പോവാണല്ലോ. ലേറ്റ്? അമ്മ ഇപ്പൊ സമയം ഒന്ന് നോക്ക്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേറ്റാ. ഫസ്റ്റ് ഡേറ്റിൽ ആരാ ലേറ്റ് ആയി വരുന്നേ? ഓക്കെ, അത് ശരി മോളെ, നീ ഇപ്പൊ ഒന്ന് സമാധാനപ്പെട്. മോം, അമ്മയ്ക്ക് അറിയാലോ ഇപ്പൊ ആണുങ്ങൾ എനിക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നേ. എനിക്ക് ആർക്കു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നോക്കൂ ഷെർലിൻ, എനിക്ക് നിന്റെ അടുത്ത് നിന്ന് നിന്റെ പഴയ കാര്യങ്ങളൊന്നും കേൾക്കണ്ട. നീ നിന്റെ ജീവിതത്തിൽ എന്തുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത് എന്തിനാ? ആക്ച്വലി നീ ഇപ്പൊ ആലോചിക്കേണ്ടത് നിന്റെ ജീവിതം ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കണം, ആരോടൊപ്പം ആയിരിക്കണം എന്നതാ. ഇനി നിന്റെ ഫ്യൂച്ചർ ലൈഫിലെ ഒരേ ഒരു പങ്കാളി അതാരാണെന്ന് വെച്ചാ രോഹിത് നമ്പ്യാർ. നിനക്കിനി എന്തെങ്കിലും ആലോചിക്കാനുണ്ടെങ്കിൽ അത് അവനെ കുറിച്ച് ആലോചിക്ക്. ഇതാണ് നിന്റെ ശരിക്കുള്ള സമയം, കല്യാണം കഴിക്കാനുള്ള സമയം. നീ ഒരു കല്യാണമൊക്കെ കഴിച്ച് സെറ്റിൽഡ് ആവാനുള്ള സമയമായി. ബിക്കോസ് ഇനഫ് ഈസ് ഇനഫ്. ഗുഡ് ബൈ മോം. ഹായ്. ഹായ്, വേഴ്സ് രോഹിത്? ഓ, അതിപ്പോ എനിക്ക് സാറിന്റെ മെസ്സേജ് വന്നിരുന്നു. ഓഫീസിൽ ചില ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്ന്, അതുകൊണ്ട് കുറച്ചു കഴിഞ്ഞേ വരൂ. പക്ഷെ അധികം താമസിക്കില്ല. ദാറ്റ്സ് ഫൈൻ. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അത് ഞാൻ രോഹിത് സാറിന്റെ അമ്മ എന്നോട് പറഞ്ഞു ഞാനും നിങ്ങളോടൊപ്പം വരണമെന്ന്. ഞങ്ങളെ നോക്കാനാണോ? അവന്റെ അമ്മ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഞങ്ങളുടെ ആദ്യത്തെ ഡേറ്റിൽ തന്നെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്നോ? അതുകൊണ്ടാണ് നിന്നെ പറഞ്ഞു വിട്ടത്. ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാൻ. ആരെ സംരക്ഷിക്കാനാ നീ വന്നിരിക്കുന്നത്? എന്നെയോ അതോ രോഹിത്തിനെയോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അതെന്താന്ന് വെച്ചാ, പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുമ്പോ ചിലപ്പോ ചില പാരന്റ്സ് ഒക്കെ അങ്ങനെ ചിന്തിക്കാറുണ്ട്. അവരുടെ കൂടെ എപ്പോഴും മറ്റാരെങ്കിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കും. ജസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് എവറിത്തിങ് ഗോസ് സ്മൂത്ത്ലി. ഷെർലിനറിയോ, ഞാൻ ആദ്യമായിട്ട് ദീപകിനെ കാണാൻ പോകുമ്പോ എന്റെ പപ്പ എന്റെ അനിയത്തിയെയും എന്റെ കൂടെ പറഞ്ഞു വിട്ടു, ഒരു കൂട്ടിന്. പക്ഷെ അയാള് ശരിക്കും ഒരു സൂത്രക്കാരനായിരുന്നു. അവൻ എന്നെ നിർബന്ധിച്ച് എന്റെ കൈ പിടിക്കാനും ഡാൻസ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചു. പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമായിരുന്നില്ല. നീ എന്താ പറഞ്ഞേ? നീ ദീപക്കുമൊത്ത് കല്യാണ നിശ്ചയം കഴിഞ്ഞെന്നോ? ആക്ച്വലി ഓൾമോസ്റ്റ്. ഓ, then it's all right. What is all right? അതിനു മുന്നേ നിന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് ആ പ്രതിയോഗി എന്ന ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്. കാരണം നീ എപ്പോഴും രോഹിത്തിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. ഇന്നത്തെ പോലെ. പക്ഷെ നിന്റെ ലൈഫിൽ മറ്റാരോ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ, നിന്റെ നിശ്ചയം കഴിഞ്ഞെന്നറിഞ്ഞപ്പോ, സോ ഐ ഹാവ് നത്തിങ് ടു വറി അബൌട്ട്. എവറിത്തിങ് ഇസ് ഫൈൻ. പക്ഷെ നിന്നോടൊരു കാര്യം പറയട്ടെ, ഇനി നമുക്കിടയിൽ കോമ്പറ്റീഷൻ ഒന്നുമില്ലല്ലോ. എനിക്കൊരു സീക്രട്ട് ഉണ്ട്. വിജയം എപ്പോഴും എനിക്കായിരിക്കും. എന്റെ ശത്രു പരാജയപ്പെടും വരെ ഞാൻ ഒരിക്കലും അവർക്ക് മാപ്പ് കൊടുക്കാറില്ല. അത് ബിസിനസ് ഡീൽ ആയാൽ പോലും അവന് ഫുൾ ആൻഡ് ഫൈനൽ ആക്കിയേ പിന്മാറൂ. പക്ഷെ ഈ മിസ്റ്റർ രോഹിത് കുറച്ചധികം താമസിക്കുന്നില്ലേ? I guess this is the place. ആമേ. രോഹിത്, എവിടെ എത്തി മോനെ? പ്രീത അവിടെ വന്നോ? അമ്മ, ഞാനിപ്പോ ഇവിടെ എത്തിയുള്ളൂ. അവൾ വന്നു കാണുമായിരിക്കും. ശരി, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Come on, അമ്മേ, റിലാക്സ്. I will take care. ശരി മോനെ.
ദൈവം സഹായിച്ച ഇവർ രണ്ടുപേരും മനസ്സുകൊണ്ട് നന്നായിട്ട് ഇണങ്ങിയാൽ മതിയായിരുന്നു. പിന്നെ എല്ലാം ശരിയായിക്കോളും. ഷേർലിനെ രോഹിതിനെ ഇഷ്ടപ്പെടണം, പിന്നെ രോഹിതിനെ ഷേർലിനെയും. ഈ കല്യാണത്തിന്റെ ഡിസിഷൻ ഒന്ന് ഫൈനലായ മതിയായിരുന്നു. ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇനി രോഹിതിന് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ, അതുകൊണ്ടാണോ എന്നെ ഇത്രയും നേരം വെയിറ്റ് ചെയ്യിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. നീ അങ്ങനെ ചിന്തിക്കുക പോലും വരുത്. രോഹിത് സാറ് വളരെ ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. എനിക്ക് ഉറപ്പാ എന്തെങ്കിലും ജെനുവിൻ പ്രോബ്ലം ഉണ്ടായി കാണും, അതാ ലേറ്റ് ആവുന്നത്. അല്ലാതെ അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിന്നെ ഇങ്ങനെ വെറുതെ വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. ശരി, നീ ഇതൊന്ന് പറഞ്ഞേ. നിന്റെ അഭിപ്രായം എന്താ ഞാൻ രോഹിത്തിനെ കല്യാണം കഴിക്കുന്നതിൽ? ഐ മീൻ ടു സേ, ഇത് ലൈഫിലെ വലിയൊരു ഡിസിഷൻ അല്ലേ? ആസ് എ ഗേൾ ഐ ആം ആസ്കിംഗ് യു. ഓഫ് കോഴ്സ് ഇത് നല്ലൊരു തീരുമാനമാ. നീ എന്നോടൊന്ന് പറഞ്ഞേ, ഒരു പെൺകുട്ടി തന്റെ ഭാവി വരനിൽ നിന്ന് എന്തായിരിക്കും പ്രതീക്ഷിക്കാന്ന്? അവൻ റെസ്പോൺസിബിൾ ആയിരിക്കണം, കെയറിംഗ് ആയിരിക്കണം, ഒരു ജെന്റിൽമാൻ ആയിരിക്കണം. പിന്നെ അതിലും വലിയ കാര്യം പരസ്പര ബഹുമാനം. നിനക്കൊരു കാര്യം അറിയോ? രോഹിത് സാർ എല്ലാവരെയും വളരെ ബഹുമാനിക്കുന്ന ഒരാളാ, പ്രത്യേകിച്ചും സ്ത്രീകളെ. പിന്നെ ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? നീ ഇത് പറയുന്നത് കൊണ്ട് ഞാൻ സമ്മതിക്കാം. പക്ഷേ എനിക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാ നിങ്ങൾ തമ്മിൽ കാണണമെന്ന് ആന്റി ആവശ്യപ്പെട്ടത്. നിങ്ങളൊന്ന് കണ്ട് പരസ്പരം സംസാരിക്കേ. പിന്നെ നോക്കിക്കോ, നീ ഇത് തന്നെയാവും സാറിനെ കുറിച്ച് പറയാൻ പോവാ. ഷെർലിനോ? ഇവക്കെന്താ ഇവിടെ കാര്യം? ഓ ഐ ഗസ് ഇവൾ പ്രീതിയുടെ ഫ്രണ്ട് ആയിരിക്കും. അതുകൊണ്ടാവും ഇവൾ അന്ന് എന്നെ കാണാൻ വന്നത്. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് കിരൺ പറയുന്നത് ശരിയെന്ന്. പെൺകുട്ടികൾ അവരുടെ തീരുമാനങ്ങൾ സ്വയം എടുക്കാറില്ല. അവർ കരുതുന്നത് അവരുടെ ഫ്രണ്ട്സും അവരുടെ ചോയ്സ് അപ്രൂവ് ചെയ്യണമെന്ന്. അതായത് പ്രീത എന്നെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അവൾക്ക് അവളുടെ ഫ്രണ്ടിന്റെ അപ്രൂവൽ കിട്ടിയേ തീരൂ. ഇവിടം വരെ എത്തിയിട്ട് ഈ ബന്ധം തകർന്നു പോവൂ? എന്റെ ഇനിയുള്ള ജീവിതം ഈ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും. ഷെർലിനും എന്നെ ഇഷ്ടപ്പെടുമെന്ന് കരുതാം. ഹായ്. ഹായ്. ഞാൻ പെട്ടെന്ന് വന്നോണ്ട് വേറൊന്നും കിട്ടിയില്ല. പക്ഷെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. നീ പറഞ്ഞത് ശരിയാണ് പ്രീത, വെരി സ്വീറ്റ് ഗേൾ. അത് ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ താങ്കളെ കുറിച്ചാണ് സംസാരിച്ചത്. ഇയാൾ എന്നെ കുറിച്ച് ചില നല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഈ റോസ് താങ്കൾ എനിക്ക് വേണ്ടിയല്ലേ കൊണ്ടുവന്നത്? അത് എനിക്ക് പെട്ടെന്ന് തന്നാൽ ഞാൻ ഡീറ്റെയിൽ ആയി പറയാം പ്രീത താങ്കളെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു തന്നത്. അല്ല, അത് താങ്ക് യു. യു ആർ മോസ്റ്റ് വെൽക്കം. നിങ്ങൾ എന്തിനാ നിൽക്കുന്നേ? പ്ലീസ് പ്ലീസ് ഹാവ് യുവർ സീറ്റ്. നിങ്ങൾ ഇതുവരെ ഒന്ന് ഓർഡർ ചെയ്തില്ലേ? ഞങ്ങൾ ജ്യൂസ് ഓർഡർ ചെയ്തു. എനിക്ക് അപ്പോഴേ മനസ്സിലായി താൻ എന്താ ഒരു മോഡലിനെ പോലെ ഇരിക്കുന്നതെന്ന്. ജ്യൂസ് അല്ലേ? ഞാൻ ഇയാളെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഇയാളൊരു മോഡൽ ആയിരിക്കുമെന്ന്. അതുകൊണ്ടൊരു തെറ്റിദ്ധാരണ ഉണ്ടായി. പക്ഷെ ഇപ്പൊ താങ്കൾക്ക് മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന കാര്യം? Yeah, of course. Good evening, sir. Yeah, pass it to the ladies. Yeah, ma'am. നീ ഓർഡർ ചെയ്തോളൂ. I know everything about you, Rohit. Thanks to Preeta. പക്ഷെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നീ എന്നെ ലൈക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, എനിക്കങ്ങനെ നിങ്ങളെ ഇഷ്ടമാകാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ. ഐ മീൻ യു ആർ ഗുഡ്. എക്സ്ക്യൂസ് മീ, ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ ഓക്കെ അല്ലേ? Hey Monsha, I have reached, babe. Okay. I'll see you. Bye. എടാ, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ ആ മോൻഷെ കാത്തിരിക്കായിരുന്നു. അവൾ വന്നിട്ട് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാന്ന് കരുതി. എക്സ്ക്യൂസ് മീ. ഹായ് ഷേർലിൻ. ഹായ് കിരൺ, ഹൗ ആർ യു? ഐ ആം ഡൂയിങ് ഗ്രേറ്റ്. എൻഗേജ്മെന്റിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് നാളായി അല്ലേ? അപ്പൊ നിങ്ങൾ നമ്മൾ നേരത്തെ അറിയോ? ഓഫ് കോഴ്സ്, ഞങ്ങൾ കോളേജ് മേറ്റ്സ് ആയിരുന്നു. ഹായ് ഹലോ പറയുമായിരുന്നു. പക്ഷെ അന്ന് കിരൺ ഇത്ര ഹോട്ട് ഷോട്ട് ആയിരുന്നില്ല. പക്ഷെ ഞാൻ വളരെ പോപ്പുലർ ആയിരുന്നു. റൈറ്റ് ഷേർലിൻ?
യാ പോപ്പുലർ ആയിരുന്നു. എന്റെ ഈ അനുജൻ എന്റെ ജീവനാണ്. ഐ ലവ് യു ചേട്ടാ. യു നോ ഷേർലിൻ, ഞാനിന്ന് എന്തൊക്കെയാണോ അതിന്റെയൊക്കെ കാരണം എന്റെ ചേട്ടനാ. ഈസ് എ വെരി സ്ട്രിക്ട് റിംഗ് മാസ്റ്റർ. യെസ് ദാറ്റ് ഐ ആം. അതെ, ലൈഫിൽ എപ്പോഴും ബെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ വിജയിക്കാറുള്ളൂ. രോഹിത്, ഐ തിങ്ക് നമ്മൾ ഒന്നായാൽ നമ്മുടെ ബിസിനസ്സിൽ അത് വളരെ നന്നായിരിക്കും. യാ ഐ ആം ഷുവർ. ഹലോ മെന്റൽ, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? ആദ്യം എന്റെ പിന്നാലെ ആയിരുന്നു, അത് നടക്കാത്തോണ്ട് ഇപ്പൊ എന്റെ ചേട്ടന്റെ പിന്നാലെ. എപ്പോ മാത്രം പൊട്ടത്തരം മാത്രമേ പറയൂ. നീ ഒന്നും മിണ്ടാതിരിക്കാൻ ഞാൻ എന്തെങ്കിലും തരണം. ഒരു കിസ് തന്നേക്കൂ. സോറി. ഐ വിൽ ഹെൽപ്പ്. യാ ഷുവർ. എന്റെ കയ്യിൽ വിട്. ആദ്യം സോറി പറയും. സോറിയോ? എന്തിനാ? എന്തിനാണോ? ഇന്ന് രാവിലെ നീ എന്റെ ഉടുപ്പ് ചീത്താക്കിയില്ലേ? ജ്യൂസിന്റെ ഗ്ലാസ് കമിഴ്ത്തിയിട്ട് ഞാൻ നിന്നോട് വൃത്തിയാക്കാൻ പറഞ്ഞപ്പോ നീ എന്താ ചെയ്യാത്തത്? കിരൺ നമ്പരെ ഇൻസൾട്ട് ചെയ്യുന്നവരെ വെറുതെ വിടില്ല. നീ അത്ര ഡിസേർവ് ചെയ്യുന്നുള്ളൂ. എന്റെ കയ്യിൽ വിട്. വിടില്ല. എന്റെ കൈ വിടാൻ വിടില്ല. ഇപ്പൊ കാണിച്ചു തരാം. എന്തു പറ്റി പ്രീത? എന്തേലും പറയാനുണ്ടോ? സംതിങ് റോങ്? എന്തു പറ്റി? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നത്തിങ്, ഐ ആം ഫൈൻ. ജ്യൂസ്? ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നീ നിന്റെ ഈ തോന്നിവാസം അവസാനിപ്പിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ, രാവിലെ ഞാൻ നിന്റെ ദേഹത്ത് ജ്യൂസ് ഒഴിച്ചതേ ഉള്ളൂ. ഇനി നീ എന്ത് ചെയ്യും? വേറൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. ഞാൻ നിന്റെ മൂത്ത ചേട്ടനായ രോഹിത് സാറിനോട് പോയി പറയും ഞാനും നീയും തമ്മില് എന്തോ ഉണ്ടെന്ന്. എന്താ, ഇവിടെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ. പറയട്ടെ 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 പറഞ്ഞേക്ക. ചേട്ടാ, മോനിഷ വന്നു. എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോണം. ഇനിയിപ്പോ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ ബൈ. ബൈ ചേട്ടാ. ബൈ ഷേർലിൻ. കിരൺ ബൈ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ ഈ പുതിയ റെസ്റ്റോറന്റ് സത്യത്തിൽ ഒരു കപ്പിൾ റെസ്റ്റോറന്റ് ആണ്. ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രണയ ജോഡികൾ തീർച്ചയായും ഈ റെസ്റ്റോറന്റിൽ വരേണ്ടതാണ്. ഇവിടുത്തെ ആംബിയൻസ് എൻജോയ് ചെയ്യൂ, ഒപ്പം തന്നെ ഇവിടുത്തെ ഫുഡും എൻജോയ് ചെയ്യൂ. നിങ്ങൾ ഈ റെസ്റ്റോറന്റിനെ നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കൂ. ഇവിടുത്തെ മ്യൂസിക് നിങ്ങളുടെ ഹൃദയത്തെ തരളിതമാക്കട്ടെ. ഈ നിമിഷം കുറെ കൂടി എക്സൈറ്റഡ് ആക്കാൻ വേണ്ടി നിങ്ങൾക്കായി ഞങ്ങൾ ഒരു കപ്പിൾ ഗെയിം ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഈ ഗെയിമിൽ നിങ്ങൾക്കൊരു ബ്ലാങ്ക് പേപ്പർ തരും. ആ ബ്ലാങ്ക് പേപ്പറിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പേര് ഫിൽ ചെയ്യേണ്ടതാണ്. പിന്നെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടതാണ്. ഇത്രയും പൂർത്തിയാക്കിയ ശേഷം കമ്പ്യൂട്ടർ ഡിസൈഡ് ചെയ്യും നിങ്ങളിൽ ബെസ്റ്റ് കപ്പിൾ ആരാണെന്ന്. സോ മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് മോർ ഇമ്പോർട്ടന്റ് ഇൻ ദ വേൾഡ് ഫോർ യു? എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എന്റെ ഫാമിലി, എന്റെ സൃഷ്ടി, അമ്മ, മുത്തശ്ശി. സോ ഫാമിലി. ഇന്ന് ഞാൻ ഇവിടം വരെ എത്താൻ കാരണം എന്റെ ഫാമിലിയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എന്റെ ഫാമിലിയാണ്. മൈ മോം. 10 seconds are over. My second question is, what you would never break?